ഹലോ എവ്രി വൺ, ഞങ്ങളുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങളിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് സിലിക്കോൺ സെൻട്രൽ മോൾ എന്നൊരു മോളിലാണ്. അത് ദുബായ് സിലിക്കോൺ ഓയസിസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ വളരെ അടുത്താണ്. ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ ഒരു 10 minutes ദൂരമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ഇവിടെ നിന്നാണ് എല്ലാ ആഴ്ചയും ഞങ്ങളുടെ ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്നത്. ലാസ്റ്റ് വീക്ക് ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല, കുറച്ച് ബിസി ആയിപ്പോയി. അപ്പം ഈ സിലിക്കോൺ സെൻട്രൽ മോളിൽ ഒരുപാട് കടകൾ, അല്ലാത്ത കടകൾ, ക്ലോത്തിങ് സ്റ്റോറും അങ്ങനത്തെ ഒത്തിരി കടകളും ഉണ്ട്. പ്ലസ് ഒരു വലിയ ലുലു ഹൈപ്പർ മാർക്കറ്റും അതിനകത്തുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നാണ് ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യുന്നത്. നമുക്ക് ദൂരം നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും ഒരു കളർ ഒരു ബിൽഡിങ്, പല പല കളറിൽ മാറുന്നത്. അതാണ് സിലിക്കോൺ സെൻട്രൽ മോള്. നമ്മൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ലെഫ്റ്റിൽ കാണുന്നുണ്ട്, കണ്ടില്ലേ, സിലിക്കോൺ സെൻട്രൽ മോൾ എന്ന് എഴുതിയേക്കുന്നത്. ഇതാണ് സിലിക്കോൺ സെൻട്രൽ മോൾ. നല്ല രസമാണ് ഈ മോള് കാണാൻ. അതിനിങ്ങനെ മേലിൽ കൂടി ഇങ്ങനെ കളർ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഇത് ഇത്ര വലിയൊരു മോളാണ്. അതുകൊണ്ട് ഇവിടം വരെ ഉണ്ട്. അതിൻ്റെ ലുലു എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ ഇതിനകത്തോട്ട് പോയ ലുലു ഉണ്ട്, ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഒത്തിരി ഷോപ്സ് ഉണ്ട്. ഇതാണ് ഇതിൻ്റെ പാർക്കിങ്ങിലോട്ട് പോകുന്ന വഴിയാണിത്. നമ്മൾ പാർക്കിങ്ങിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കളർ ചേഞ്ചിങ് ബിൽഡിംഗ് ആണ്. നല്ല രസമാണ് അത്. ഇതാണ് ഇതിൻ്റെ പാർക്കിംഗ് ഏരിയ. ഒത്തിരി കാറുകളിടാനുള്ള പാർക്കിംഗ് ഉണ്ട്. പിന്നെ നമ്മൾക്ക് ലിഫ്റ്റിലോട്ട് അല്ലെങ്കിൽ എസ്കലേറ്ററിലോട്ട് പോകാനുള്ളതിൻ്റെ പാർക്കിംഗ് ആണ്. അവിടെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ബിക്കോസ് വീക്കെൻഡും കൂടെ ആയതുകൊണ്ട് അവിടെ തിരക്കായിരിക്കും. എൻട്രൻസിനടുത്ത് എല്ലാവരും മാക്സിമം ഇടാൻ നോക്കും. അതുകൊണ്ട് നമുക്ക് ഈ മോളിനകത്ത് കയറിയാൽ തന്നെ നമുക്ക് ഒരുപാട് ക്ലോത്തിങ് സ്റ്റോഴ്സ് നമുക്ക് കാണാൻ കഴിയും. ലൈക്ക് മാക്സ് ഉണ്ട്, പിന്നെ ബ്രാൻഡ്സ് ഫോർ ലെസ് ഉണ്ട്, LC വൈക്കിക്കി, സ്റ്റുഡിയോ, ജിയോഡാനോ, സ്പ്ലാഷ്, അങ്ങനെ ഒത്തിരി ക്ലോത്തിങ് സ്റ്റോഴ്സ് ഉണ്ട്. മാക്സിൻ്റെ ഒരു ക്ലോത്തിങ് സ്റ്റോറ്, പിന്നെ ബേബി ഷോപ്പ്, ജിയോഡാനോ, അങ്ങനെ ഒത്തിരി ക്ലോത്തിങ് സ്റ്റോഴ്സ് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും. ഒരു ഫാഷൻ ക്ലോത്തിങ് സ്റ്റോഴ്സ് ഒരുപാടുണ്ട്. ആറാണെങ്കിൽ അപ്പോൾ നമ്മളിപ്പോൾ ലുലുവിനകത്ത് കയറി കുറച്ച് ഗ്രോസറി പർച്ചേസ് ഉണ്ട്. അപ്പോൾ അകത്ത് കയറിയപ്പോൾ അവിടെ എന്തോ ഒരു ഗെയിം നടക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ നോക്കുകയാണെങ്കിൽ കുട്ടികൾക്കുള്ള എന്തൊരു ഗെയിമാണ്. നമ്മൾ ഗ്രോസറി പർച്ചേസിനാണ് വന്നത്. അപ്പം പർച്ചേസ് ചെയ്യുന്നതിന് മുന്നേ അവിടെ ഒരു ഓഫർ സെക്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാം നമ്മളിങ്ങനെ നോക്കി നടക്കും. കുറച്ച് നെയ്യ് വാങ്ങണമായിരുന്നു, അപ്പോൾ ഒരു നെയ്യ് എടുത്തു. പിന്നെ മുളക് പൊടിയൊക്കെ ഓഫറിലുണ്ടായിരുന്നു, അപ്പോൾ മുളക് പൊടി എടുത്തു. കുറേ നാളായിട്ട് വിചാരിക്കുമായിരുന്നു ഒരു ചൂല് വാങ്ങണത്, ബിക്കോസ് വീട്ടിലിരിക്കുന്ന ചൂല് പഴയതായിപ്പോയി. അപ്പോൾ നമ്മളെപ്പോഴും യൂസ് ചെയ്യുമ്പോൾ ചൂലായാലും കേടായി പോലെ. പിന്നെ ഒരു ചൂല് വാങ്ങി.
പിന്നെ അവിടെ എന്തോ ഒരു ജ്യൂസിൻ്റെ പ്രൊമോഷൻ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചുമ്മാ ഒരു ബാസ്കറ്റ് ബോളും അതും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഇങ്ങനെ കളിച്ച് നോക്കി. നമ്മൾ ഒരുപാട് ഈ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും അതുപോലെ ഈവനിങ് ടൈമിലായാലും നമ്മൾ ഒരുപാട് ഈ ബ്രൗൺ ബ്രെഡ് ആൻഡ് ഇങ്ങനെ പീനട്ട് ബട്ടർ കഴിക്കാറുണ്ട്. അപ്പം പീനട്ട് ബട്ടർ കഴിഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ ഒരു പീനട്ട് ബട്ടർ എടുത്തു. ആ കളി ഞാനും ഒന്ന് ട്രൈ ചെയ്തു കേട്ടോ. പക്ഷെ തൊപ്പിയിട്ടു. ഇതിന് മുന്നേ ഞാൻ കളിച്ചപ്പോൾ ഞാൻ ജയിച്ചായിരുന്നു. ഇതിന് മുമ്പ് ഒരു ദിവസം പോകും. പക്ഷെ കുറെ മഖാന എടുത്ത് അത് എപ്പോഴും കിട്ടാറില്ല. കിട്ടിയപ്പോൾ ഒരു 5-6 പാക്കറ്റ് ഇങ്ങനെ എടുത്തതാണ്. പിന്നെ നട്ട്സ് സെക്ഷനിൽ പോയി എല്ലാ ദിവസവും കുറച്ച് നട്ട്സ് കഴിക്കും മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ. അപ്പോൾ നമ്മളത് കഴിച്ച് നോക്കി നല്ലതാണോ നോക്കിയിട്ടാണ് നമ്മൾ ഓൺലി 1 വീക്കിന് വേണ്ടിയിട്ടുള്ളത് നമ്മൾ പർച്ചേസ് ചെയ്യാറുള്ളൂ. ഇതാണ് സൂഷി, ജാപ്പനീസ് ഫുഡാണ്. സുഷീസ്. ഇവിടെ നമ്മുടെ ലുലുവിൽ UAE ഒരുപാട് ഫ്രഷ് ഹെർബ്സ് ആൻഡ് ലീവ്സ് കിട്ടും. എന്നുവെച്ചാൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ സൈസ് ചീരയും കറിവേപ്പിലയും മല്ലിയിലയും അങ്ങനത്തെ എല്ലാ ഐറ്റംസും കിട്ടും. അതുപോലെ തക്കാളിയൊക്കെയാണ് ഒരുപാട് ഫ്രഷ് കിട്ടും. അതുപോലെ ഫ്ലവർ സെക്ഷൻ ഞങ്ങൾ എല്ലാ വീക്കും കുറച്ച് ഫ്ലവേഴ്സ് മേടിച്ച് ഫ്രഷ് ഫ്ലവേഴ്സ് വീട്ടിൽ വെക്കാറുണ്ട്. ഞാനിപ്പോൾ എടുത്തേക്കുന്നതിൻ്റെ പേര് ഓർണമെൻ്റൽ പീസ് ലില്ലി എന്നാണ്. അത് നല്ല മണമാണ്. അപ്പോൾ നമ്മൾ റൂമിൽ അടച്ചിട്ടിട്ട് നമ്മൾ വെളിയിലൊക്കെ പോയിട്ട് എവിടെയെങ്കിലും വരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് റൂമിൽ. അല്ലെങ്കിലും ജനറലി എപ്പോഴും റൂമിൽ നല്ലൊരു സ്മെല്ല് വരുന്നൊരു ഫ്ലവറാണത്. പിന്നെ കുറേ വെജിറ്റബിൾസ് ചെറിയ സാധനങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. കുറച്ച് കൂർക്ക എടുത്ത് മെഴുക്ക് പുരട്ടി വയ്ക്കാൻ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ എടുത്തു. ഇവിടുത്തെ പച്ചമുളക് വാങ്ങുന്ന സെഷനിൽ എന്തൊക്കെ വെറൈറ്റീസ് ഓഫ് മുളകാണ് ഉള്ളതെന്ന് കണ്ടില്ലേ? പലതരം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മുളകുകളായാലും അല്ലാതെ മറ്റ് കൺട്രീസിലുള്ള മുളകുകളായാലും ഒരുപാട് വെറൈറ്റി ഓഫ് മുളകുകളുണ്ട്. അപ്പം നമ്മൾ അധികം വാങ്ങാറില്ല, നമ്മൾ പച്ചമുളക് മാത്രമേ വാങ്ങാറുള്ളൂ. പിന്നെ നമ്മൾ ബില്ലിങ് സെക്ഷനിൽ നമ്മൾ പച്ചക്കറി വാങ്ങിയതെല്ലാം നമുക്ക് ബില്ല് ചെയ്തെടുക്കണം. ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ട്രോളിയൊക്കെ പിടിച്ച് പൂവൊക്കെ പിടിച്ചുകൊണ്ട് നേരെ പാർക്കിങ്ങിലോട്ട് പോയി. വണ്ടിയിലേക്ക് സാധനമെല്ലാം എടുത്ത് വെച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങുവാണ് പാർക്കിങ്ങിൽ നിന്ന്. ഇവിടുന്ന് ഞങ്ങൾ നേരെ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഡിന്നർ കഴിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ബിക്കോസ് ഇപ്പം തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. രാത്രി ഏകദേശം 11 മണിയായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞപ്പം. അപ്പോൾ ഇങ്ങനത്തെ വേറെ ഇവിടുത്തെ ഒരുപാട് ഇങ്ങനത്തെ ഹൈപ്പർ മാർക്കറ്റ്സ് ഉണ്ട്. അവിടുത്തെ ഉള്ളിലുള്ള കാഴ്ചകൾ എന്തെങ്കിലും കാണണമെങ്കിൽ ഞങ്ങളോട് കമൻറ്റിൽ അറിയിക്കണേ. ഞങ്ങൾ തീർച്ചയായും കാണിക്കുന്നതായിരിക്കും. ഞങ്ങളിനി റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. ഇനി അവിടുത്തെ കാഴ്ചകൾ കാണിക്കാം. അപ്പം ഞങ്ങൾ റെസ്റ്റോറൻറ്റ് ഓപ്ഷൻ 2-3 ഇങ്ങനെ നോക്കിയപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് ഒരു നോൺ വെജ് ഫുഡൊന്നും വേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, സിലിക്കോൺ സെൻട്രലിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ
നമ്മുടെ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ഉണ്ട്, വസന്ത ഭവൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു യൂ ടേൺ എടുത്ത് നേരെ അങ്ങോട്ട് തന്നെ വരാം എന്ന് വിചാരിച്ചു. അങ്ങനെ വീണ്ടും ഒരു യൂ ടേൺ എടുത്ത് വസന്ത ഭവനിലേക്ക് വരുവാണ്. അവിടെ ചെന്ന് ഒരു മസാല ദോശ കഴിക്കാമെന്നുള്ളൊരു പ്ലാനിൽ അങ്ങനെ തിരിച്ചു വരുവാണ്. ഇവിടെ നമ്മൾ എപ്പോഴും ഇതുപോലത്തെ സീബ്ര ക്രോസിങ്ങിൽ ആരെങ്കിലും ക്രോസ് ചെയ്യാൻ നിൽക്കുന്നെങ്കിൽ നമ്മൾ വണ്ടി ഓടിക്കുന്നവർ അവർക്ക് ഒരു പ്രയോറിറ്റി കൊടുക്കാൻ ശ്രമിക്കണം ഓൾവേസ്. അതൊരു ഇമ്പോർട്ടൻ്റ് ഒരു റൂളാണ് ഇവിടുത്തെ. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാം സിലിക്കോൺ സെൻട്രൽ, ഡിഫറെൻറ്റ് കളറായിട്ട് നമുക്ക് കാണാം. ഇതിനകത്താണ് നമ്മളിപ്പോൾ ഷോപ്പിങ്ങിന് പോയത്, ലുലുവിൽ പോയത്. കണ്ടില്ലേ, ഡിഫറെൻറ്റ് കളറിൽ നമുക്കത് കാണാം. സിലിക്കോൺ സെൻറ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത്, വസന്ത ഭവനിലേക്ക്. ഞങ്ങൾ രണ്ടുപേരും ഓരോ മസാല ദോശയും ഓരോ ഉഴുന്ന് വടയും ഓർഡർ ചെയ്തു. എന്നിട്ട് വെയിറ്റ് ചെയ്യുവാണ്. രാത്രി 11 മണിയായി. അതുകൊണ്ട് വളരെ ലൈറ്റ് ഫുഡാണ് കഴിക്കാൻ പോകുന്നത്. നല്ല ക്രിസ്പി ദോശ, സാമ്പാർ, 3 ട്രൈ കളർ ചട്നി. ഇതാണ് അവിടുത്തെ മസാല ദോശ കോംബോ. ഇത് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയൊരു മറ്റൊരു വ്ളോഗിൽ നമുക്ക് ദുബായിയുടെ മറ്റൊരു വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അപ്പം ഈ ഒരു വ്ളോഗ് കണ്ട എല്ലാവർക്കും വളരെ നന്ദി. ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. Thank you so much for watching this video. Thank you, Persian Malayali.